श्री चैतन्य स्थापितं येन भूतले स्वयं रूप कदा मह्यं ददान्ति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगुणललिता शिवशाखान्वितंश्च ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी शबानु सुदे देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरि ओम तत्सत। हरे कृष्णा। सो भगवद गीता as it is, chapter 2 56 Prabhuji 66 56 മറ്റേ ലാസ്റ്റ് ടൈം നമ്മൾ മലയാളമല്ലേ ഷെയർ ചെയ്തത്? അതെ പ്രഭുജി. ആണോ? മലയാളം ഷെയർ ചെയ്യണോ? അല്ല കുഴപ്പമില്ല. മാതാജി എന്റെ കയ്യിൽ മലയാളം ബുക്ക് ഇരിപ്പുണ്ട്. ആവശ്യമുള്ളപ്പോൾ വായിക്കാം. ഭഗവത്ഗീത as it is, chapter 2, ടെക്സ്റ്റ് ശ്ലോക 56. ദുഃഖേഷു അനുദ്വിഗ്ന മനാഃ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതാധിർമുനിരുച്യതേ. രൂപശ്രീ മാതാജി. ഹരികൃഷ്ണ പ്രഭുജി. ദുഃഖേഷു അനുദിഗ്മനാഃ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. Translation. One who is not disturbed in mind even amidst Kekam Prabhu? Yeah. One who is not disturbed in mind even amidst the threefold miseries or elated when there is happiness, and who is free from attachment, fear and anger is called a sage of steady mind. Hare Krishna. Very good. One who is not disturbed in mind even amidst the threefold miseries or elated when there is happiness, and who is free from attachment, fear and anger is called a sage of steady mind. ഒരു സ്ഥിതപ്രജ്ഞൻ ആരാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ? സ്ഥിതധി. ആ ഒരു സ്ഥിതധീരൻ സ്ഥിതപ്രജ്ഞൻ ആണ് സന്തോഷത്തിലും സന്താപത്തിലും രണ്ട് സമയത്തും ഈക്വിപ്പോയ്സ്ഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നവരാണ്. സോ ഈവൻ എമിഡ്സ് ദ ത്രീഫോൾഡ് മിസറീസ്. എന്തെല്ലാം ത്രീഫോൾഡ് മിസറീസ് എന്തെല്ലാമാണ്? ജിമി മാതാജി, ത്രീഫോൾഡ് മിസറീസ് എന്തൊക്കെയാണ്? ഞാൻ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഞാൻ ചോദിക്കുന്നത് കേട്ടോ? അയ്യോ ഇല്ല പ്രഭുജി, ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ ഓർമ്മ കിട്ടില്ല. ഇത് ജന്മ മൃത്യു ജരാവ്യാധി അല്ല. ആദി ദൈവിക് സിമിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ളതാണ്. ആദി ദൈവിക്, ആദി ഭൗതിക്, ആധ്യാത്മിക്. Within ourselves, from outside, പിന്നെ from natural calamities. ഓക്കെ. അപ്പൊ അങ്ങനെ ഈ ത്രീഫോൾഡ് മിസറീസ് വരുമ്പോഴും പിന്നെ വല്ലാണ്ട് സന്തോഷം വരുമ്പോഴും രണ്ട് സമയത്തും നമ്മൾ ഇക്വിപ്പോയ്സ്ഡ് ആവണമെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഫ്രീ ഫ്രം അറ്റാച്ച്മെന്റ്, രാഗദ്വേഷ അല്ല പറഞ്ഞിരിക്കുന്നത്, രാഗക്രോധ. ഓക്കെ. രാഗം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്. എന്താണ് അറ്റാച്ച്മെന്റ്? മെറ്റീരിയൽ അറ്റാച്ച്മെന്റ്. ഓക്കെ. ആൻഡ് ഫിയർ, പേടിയും പാടില്ല. അറ്റാച്ച്മെന്റ്, ഫിയർ ആൻഡ് ആങ്കർ. ഇതെന്നെല്ലാം മുക്തന്മാരായിട്ടുള്ള ആളാണ് ഒരു സ്ഥിതപ്രജ്ഞൻ. വൺ ഹു ഇസ് നോട്ട് ഡിസ്റ്റർബ്ഡ് ഇൻ ദ മൈൻഡ് ഈവൻ എമിഡ്സ് ദ ത്രീഫോൾഡ് മിസറി. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും പിന്നെ എന്താ പറയുക,
പേടി ഫ്രീ ഫ്രം അറ്റാച്ച്മെന്റ്, അതായത് നമ്മൾ എന്താ പറയുക, അറ്റാച്ച്മെന്റിന് ഫ്രീ ആയിരിക്കണം, പേടിയിൽ നിന്ന് ഫ്രീ ആയിരിക്കണം, ദേഷ്യത്തിന് ഫ്രീ ആയിരിക്കണം. അങ്ങനത്തെ ഒരാളാണ് സേജ് ഓഫ് ദ സ്റ്റഡി മൈൻഡ്, സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അതാണ്. അങ്ങനെ ആ തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? സന്തോഷം വരുമ്പോൾ സന്തോഷിക്കാൻ പാടില്ല, സങ്കടം വരുമ്പോൾ സങ്കടപ്പെടാൻ പാടില്ല. ഫ്രീ ഫ്രം attachment, fear and anger. So he is a person of steady mind. ആ തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ട് പറ്റില്ല? പക്ഷേ സമയമെടുക്കും. അത് കംപ്ലീറ്റ് റിനൗൺസ് ആയവർക്കല്ലേ പ്രഭുജി പറ്റുള്ളൂ. കംപ്ലീറ്റ് റിനൗൺസ് ആവുന്ന ആവശ്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. എത്രയോ ഗൃഹസ്ഥ ആശ്രമത്തിലുള്ള ആൾക്കാർ സ്ഥിതപ്രജ്ഞന്മാരായിട്ടിരിക്കുന്നത്. അപ്പോ ഫോർ എക്സാമ്പിൾ അർജുനൻ ഗൃഹസ്ഥാശ്രമല്ലേ, അർജുനൻ ആ തലത്തിലേക്ക് വന്നില്ലേ? പഞ്ചപാണ്ഡവന്മാര് ഇവരെല്ലാം ഗൃഹസ്ഥാശ്രമത്തിലുള്ള ആൾക്കാരല്ലേ, അവരെല്ലാം ആ തലത്തിലേക്ക് വന്നു. അപ്പൊ അതാണ് അപ്പൊ അർജുനനോടും പറയുന്നത്, നമ്മളോട് ഇൻഡയറക്ട്ലി കൃഷ്ണൻ പറയാണ്, നമ്മളെല്ലാം ആ തലത്തിലേക്ക് എത്തണം. അല്ലെങ്കിൽ നമ്മൾ അറ്റാച്ച്മെന്റും അവേർഷനും ഉണ്ടെങ്കിൽ, ഫിയറും ആങ്കറും ഉണ്ടെങ്കിൽ, നമ്മൾ വിൽ ബി ബൗണ്ട് ടു ദിസ് മെറ്റീരിയൽ വേൾഡ്. നമ്മൾ എത്ര തന്നെ നല്ല സത്കർമ്മങ്ങൾ ചെയ്താലും ശരി, വി വിൽ ബി ബൗണ്ട് ടു ദിസ് മെറ്റീരിയൽ വേൾഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പൊ അതൊന്ന് കയറണം എന്നുണ്ടെങ്കിൽ, so we should be free from attachment, fear and anger, and we should not be elated when so much of happiness comes, and we should not be disturbed when 3-4 miseries or any other miseries fall upon us. പറയാൻ വളരെ ഈസിയാണ് അല്ലേ? പറയാനും കേൾക്കാനും സുഖമുണ്ട്. അതെ പ്രഭു. പ്രഭു, സ്ക്രിപ്റ്റേഴ്സിൽ ഒരുപാട് സ്ഥലത്ത് ഈ പോയിന്റ് വളരെയധികം എംഫസൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ പ്രഭു? ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നിർമ്മാണ മോഹ ജിതസംഗദോഷ അധ്യാത്മ നിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വേ വിമുക്ത സുഖ ദുഃഖ സംന്യേ ഗച്ഛന്ത്യ മൂഢ പദം അവ്യയം തത് എന്ന് പറയുന്നു. എല്ലാ സ്ഥലത്തും ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഗച്ഛന്തി അമൂഢ. ആരെ അമൂഢൻ? മൂഢനല്ലാത്ത, ഇന്റലിജന്റ്, വൈസ്. ഗച്ഛന്തി മൂഢ പദം അവ്യയം തത്. പദം ഏത് പദം? വിഷ്ണു പദം. അവ്യയം എന്താണ്? അവ്യയം, വാട്ട് ഈസ് അവ്യയം മീൻസ്? സംശയമാണ് പ്രഭുജി. സംശയം ഇല്ല എന്നാണോ? നോ ഡൗട്ട് എന്നാണോ? ഇൻഎക്സോസ്റ്റിബിൾ, എറ്റേണൽ. ആ പദം നമ്മൾ എത്തും when we are free from attachment, aversion, fear, anger, from all these things. നിർമ്മാണ, അതായത് മാനത്തിനും അപമാനത്തിനും ഒരേപോലെ ഈക്വിപ്പോയ്സ് ആയിട്ട് നമ്മൾ വർത്തിക്കണം. മാനാപമാനം. നിർമ്മാണ മോഹ ജിത സംഘദോഷ അധ്യാത്മ നിത്യ വിനിവൃത്ത കാമ. ഓക്കെ, അപ്പൊ എങ്ങനെ എന്തെന്നെല്ലാം ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് they can get to the lotus feet of Supreme Lord who is inexhaustible. Okay, the word muni means one who can agitate his mind in various ways for mental speculation without coming to a factual conclusion. എന്താണ് മുനി എന്ന് പറഞ്ഞാൽ? ഒരു രണ്ട് മുനിമാരും ഒരേ അഭിപ്രായം ആൾക്കാരെ കാണാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നത്. ഓക്കെ, അവരെല്ലാം ജ്ഞാനികളാണ്, മെന്റൽ സ്പെക്കുലേഷൻ ചെയ്യുന്ന ആളുകൾ അവരുടെ, പക്ഷെ ദേ ഡോണ്ട് കം ടു എ കൺക്ലൂഷൻ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട്, ഒരു പ്രത്യേക അഭിപ്രായങ്ങളുണ്ടാവും. ഒരേ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന ആൾക്കായിരിക്കും, ഒരേ പാത്തായിരിക്കും, പക്ഷേ ദേ വിൽ ഹാവ് ഡിഫറൻസ്. ആണ് മുനി, വൺ ഹു ക്യാൻ എജിറ്റേറ്റ് ഹിസ് മൈൻഡ് ഇൻ വേരിയസ് വേസ് ഫോർ മെന്റൽ സ്പെക്കുലേഷൻ. അപ്പൊ ജ്ഞാനികളാണ് അവർ. മെന്റൽ സ്പെക്കുലേഷൻ വിതൗട്ട് കമ്മിങ് ടു എ ഫാക്ച്വൽ കൺക്ലൂഷൻ. It is said that every muni has a different angle of vision. Every muni has a different angle of vision, and unless a muni differs from other munis, he cannot be called a muni. That's our characteristics. Unless one differs from the other muni, he cannot be called a muni. The word meaning itself is they differ in their opinion, in their understanding, in their conclusion. In the strict sense of the term, Nasau Rishir Yasya Madam na bhinnam Mahabharata. Okay, Manaparva. But Sthitadhir Muni. Now, Sthitadhir Muni, ordinary Muni alla. Sthitaprajna. I am Sthitadhir Muni, as mentioned herein by the Lord. He is different from an ordinary Muni.
സാധാ മുനിയല്ല. The Sthita Dhir Muni is always in Krishna consciousness. അവിടെ mental speculation വരുന്നില്ല. Okay, അവിടെ he is fixed in Krishna consciousness, for he has exhausted all his business of creative speculation. കാരണം അവർ ഒരു കൺക്ലൂഷനിൽ എത്തി. Supreme Personality of Godhead is Krishna. വേറെ ഒന്നും ഇല്ല. That is a final destination, that is a final goal എന്നുള്ള ആ ഒരു കൺക്ലൂഷനിൽ എത്തി. അവിടെ ഒരു സ്പെക്കുലേഷൻ വരുന്നില്ല. ബിക്കോസ് ഹി സ്ഥിത പ്രജ്ഞ, സ്ഥിത ധീർ. ഹി ഈസ് കോൾഡ് പ്രശാന്ത നിശേഷ മനോ രഥാന്തര, സ്തോത്ര രത്ന 43, or one who has surpassed the stage of mental speculation and has come to the conclusion that Lord Krishna or Vasudeva is everything. Vasudeva sarvam iti samahatma sudurlabha. So they have reached the final conclusion that Vasudeva or Krishna is everything. അതിന് അവർക്ക് ഒരു യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അത് സ്ഥിത ധീർ, സ്ഥിത പ്രജ്ഞ എന്ന് പറയുന്നത്. He is called a muni fixed in mind. Such a, for example, നമ്മൾ മായാവത ഫിലോസഫി ഫോളോ ചെയ്യുന്ന ഭക്തന്മാരോട് ചോദിച്ചാൽ ആരാണ് ഭഗവാൻ ചോദിച്ചാൽ അവർ വൺ വേർഡ് ആൻസർ പറയില്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ പ്രഭുപാദ ഒരു സമ്മേളനത്തിന് പോയപ്പോ ഐ തിങ്ക് കുംഭമേളയില തോന്നുന്നു. അപ്പൊ ഒരുപാട് മായാവാദ സന്യാസിമാരുള്ള ഇന്ററാക്ഷൻ സമയത്ത് അവിടെ പ്രവചനം ഉണ്ടായിരുന്നു പല ഫിലോസഫി ഉള്ള ആൾക്കാരും. അപ്പൊ അവരോട് ചോദിച്ചപ്പോ ആരാണ് സുപ്രീം പേഴ്സണാലിറ്റി പറഞ്ഞത്? അപ്പൊ ബ്രഹ്മൻ, അത് ആനാചേനൊക്കെ ഓരോന്ന് പറയുന്നു തുടങ്ങി. വൺ വേർഡ് ആൻസർ. അതേ സമയത്ത് സരസ്വതി ചെറിയ 4-5 വയസ്സായിട്ടുള്ള ഐ തിങ്ക് മാരുതി മാതാജിയുടെ മകളോ അതോ ജാനകി, മാരുതി മാതാജി തോന്നുന്നു, സരസ്വതി വിളിച്ചു വെച്ചപ്പോ ഹു ഇസ് സുപ്രീം സ്റ്റേറ്റ് വൈ സെറ്റ് കൃഷ്ണ. ആ കുട്ടിക്കും കൂടി അറിയാം. അതും കൂടി അത്രയും കൂടി ഇവർക്ക് ഒരു കൺവിക്ഷൻ ഇല്ല നമ്മുടെ ഇംപേഴ്സണൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്നത്. അപ്പൊ വി ഷുഡ് ബി ക്ലിയർ ഇൻ ദ കൺക്ലൂഷൻ. വേദേശ്ച സർവേർ അഹം ഏവ വേദ്യോ വേദാന്ത കൃത്വേദ വിദേവ ചാഹം എന്ന് പറയുന്നത് ഭഗവാൻ സ്വയം പറയുന്നുണ്ട് അർജുനോട് ഭഗവത്ഗീതയില്. ഈ വേദങ്ങളെല്ലാം പഠിച്ചിട്ട് എന്തിനാണ്? എന്നെ മനസ്സിലാക്കാനാണ്. അഹം ഏവ വേദ്യു, ഞാനാണ് എല്ലാം. വാസുദേവ സർവം വിധി എന്ന് പറഞ്ഞ പോലെ, ബിക്കോസ് ഐ ആം ദ കമ്പൈലർ ആൻഡ് നോവർ ഓഫ് ഓൾ ദീസ് വേദാസ്. അപ്പൊ അതറിഞ്ഞില്ലെങ്കിൽ വേദങ്ങളെല്ലാം പഠിച്ചിട്ട് എന്താണ് കാര്യം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ സ്ഥിതധീർ മുനി ഒരു സ്ഥിത പ്രജ്ഞ ആ പ്ലാറ്റ്ഫോമിലെത്തിയാണ് അവർക്ക് കൺക്ലൂഷൻ അറിയാം. ലോർഡ് കൃഷ്ണ ഓർ വാസുദേവ ഈസ് എവരിതിങ് എന്നറിയാം. Such a fully Krishna conscious person is not at all disturbed by the onslaughts of the threefold miseries, for he accepts all miseries as the mercy of the Lord, thinking himself only worthy of more trouble due to the past misdeeds, and he sees that his miseries by the grace of Lord are minimized to the lowest. എന്തുകൊണ്ടാണ് അവര് ഡിസ്റ്റർബ്ഡ് അല്ലാത്ത കാരണം അറിയാം. ഈ പ്രപഞ്ചം, ഈ മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ലോകം അങ്ങനെയാണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയാണ്. ഇവിടെ സുഖം കാണില്ല, ഇവിടെ ദുഃഖം മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഏതൊരു പരിസ്ഥിതിയിലും നമ്മുടെ ഈക്വിപ്പോയ്സ്ഡായിട്ട് നിൽക്കണം എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഈവൻ കൂടുതൽ മിസറി വന്നാലും അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കാരണം ഇത് ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് വൺ പോർഷൻ ഓഫ് ദ സിൻഫുൾ റിയാക്ഷൻ. കാരണം ഐ എം ബൗണ്ട് ടു സഫർ മോർ ദാൻ വാട്ട് ഐ എം സഫറിങ് നൗ because of the past misdeed. Because I am practicing Krishna consciousness, ഞാൻ കൃഷ്ണാവബോധത്തിലും കൃഷ്ണന്റെ ഭക്തി ഉദ സേവനം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മിനിമമായിട്ടുള്ള ആ പ്രോബ്ലംസേ എന്താ പറയാ ഫേസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ എന്നാണ് അവരത്. അതുകൊണ്ട് എത്ര തന്നെ പ്രശ്നങ്ങൾ വന്നാലും സ്വയം അത് ഏറ്റെടുത്തിട്ട് അത് ഭഗവാന്റെ കൃപയാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. സോ is minimized to the lowest. Similarly, when he is happy, he gives credit to the Lord, thinking himself unworthy of the happiness. He realizes that it is due only to the Lord's grace that he is in such a comfortable condition and able to render better service to the Lord. സാധാരണ നമുക്കൊക്കെ സന്തോഷം വരുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് നമ്മൾ സ്വയം എടുക്കും അല്ലേ? എന്തെങ്കിലും അച്ചീവ്മെന്റ് നടക്കുമ്പോൾ, എന്തെങ്കിലും സക്സസ്, എന്തെങ്കിലും വിജയം കൈവരിക്കുമ്പോൾ നമ്മൾ പറയും, ഓ ഇത് ഞാൻ കണ്ടോ, എന്റെ കഴിവാണ്, ഞാൻ കാരണമാണ് എന്ന് പറഞ്ഞിട്ട് സ്വയം. അപ്പോൾ നമ്മൾ ഭഗവാനെ വളരെ കൺവീനിയന്റ് ആയിട്ട് നമ്മൾ മറക്കും ഭഗവാന്റെ ആ ഒരു സാങ്ഷൻ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, അയ്യോ എന്താണ് ഈ ഭഗവാൻ എന്നെ എങ്ങനെ പരീക്ഷിക്കുന്നത്, ഞാൻ അതിന്
തക്കത്തിനൊന്നും ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ ഭഗവാന്റെ മീതെ ഇത് ഭഗവാൻ എന്തോ എന്നെ ടെസ്റ്റ് ചെയ്യാണ്, അങ്ങനെ പറയും അല്ലേ? ഭഗവാൻ എന്നെ ടെസ്റ്റ് ചെയ്യാണ്. ഭഗവാൻ എന്തിനു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാൻ ടെസ്റ്റ് ചെയ്യാൻ ആരറിയോ? ശുദ്ധ ഭക്തന്മാരെ. ആ തലത്തിലേക്ക് ഉള്ള ഭക്തന്മാരെ ടെസ്റ്റ് ചെയ്യും. സാധാരണ ബദ്ധ ആത്മാക്കളെ ഭഗവാൻ ടെസ്റ്റ് ചെയ്യില്ല. അത് ഭഗവാൻ ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ട വിധത്തിൽ ടെസ്റ്റ് ചെയ്യാൻ. വേണ്ട സമയത്ത് ഭഗവാൻ അതിൽ ഇടപെടില്ല. അപ്പോൾ എന്തെങ്കിലും നല്ലത് വന്നാൽ നമ്മൾ കേട്ടെ, എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് ഭഗവാനാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ സ്ഥിതപ്രജ്ഞന്മാര്, സ്ഥിതധീർ മുനികളെ അവരെന്താ വരുന്നത്, ഈ എനിക്ക് വരുന്ന കഷ്ടപ്പാടെല്ലാം ഭഗവാന്റെ ആ കോസ്ലെസ് മേഴ്സി കൊണ്ട് ഏറ്റവും മിനിമൈസ് ചെയ്തിട്ട് തന്നിരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് ഇതിലും കൂടുതൽ കിട്ടണ്ടായിരുന്നു. നമ്മൾ ആ തലത്തിൽ ചിന്തിക്കാറില്ല സാധാരണ. എനിക്ക് ഇനി മുതൽക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ആക്ച്വലി എനിക്ക് എത്രയോ കൂടുതൽ കിട്ടണ്ടായിരുന്നു, പക്ഷേ ഭഗവാന്റെ കൃപ കൊണ്ട് ഞാൻ ഡിവോഷണൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അത് മിനിമൈസ് ചെയ്തിട്ട് എനിക്ക് വെട്ട് തല്ലാക്കി തന്നു എന്നുള്ള ഒരു ഇതിൽ സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട്, വെട്ട് തല്ലായി എന്ന് പറയില്ലേ, അതേപോലെ നമ്മൾ കരുതണം. ആ തരത്തിലേക്ക് നമ്മൾ പോകണം. സോ ആൻഡ് ഫോർ ദ സർവീസ് ഓഫ് ദ ലോർഡ് ഹി ഈസ് ഓൾവേസ് daring and active and is not influenced by attachment or aversion. അപ്പൊ രണ്ടൊന്നും, അറ്റാച്ച്മെന്റും പാടില്ല, അവേഷനും പാടില്ല. അതായത് രാഗം, ആസക്തി, അവേഷൻ, വിരക്തി, അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. Attachment means accepting things for one's own sense gratification, and detachment is the absence of such sensual attachment. But one fixed in Krishna consciousness has neither attachment nor detachment, because his life is dedicated to the service of the Lord. Consequently, he is not at all angry, even when his attempts are unsuccessful. Success or no success, a Krishna conscious person is always steady in his determination. അപ്പോൾ വിജയം അല്ലെങ്കിൽ പരാജയം ഏതിലും അവര് ഇക്വിപ്പോയ്സ് ആണ്. അവരെ മനസ്സിനെ അലട്ടുന്നില്ല, ഒന്നും അവർ ഇക്വിപ്പോയ്സ് ആണ്. അപ്പോൾ അതിനൊന്നും അവര് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഭഗവാൻ അർജുനോടും അതാ പറയുന്നത്, യുദ്ധത്തിൽ നീ ജയിക്കാം അല്ലെങ്കിൽ തോൽക്കാം, അതൊന്നും കാര്യമാക്കണ്ട, എൻ്റെ ഡ്യൂട്ടി ചെയ്യുക. തോൽവിയും ജയം എൻ്റെ ഇതിലല്ല, അതൊക്കെ പല ഫാക്ടേഴ്സിനെയും ആശ്രയിച്ചിരിക്കും തോൽവിയും ജയമൊക്കെ. പക്ഷെ വാട്ട് യു ആർ സപ്പോസ് ടു ഡു, പ്ലീസ് ഡു ഇറ്റ്. അതിൽ ജയിച്ചാൽ വല്ലാണ്ട് സന്തോഷിക്കാനും പോകണ്ട, പരാജയപ്പെട്ടാൽ നിരാശപ്പെടാനും പോകണ്ട. അപ്പൊ അങ്ങനെ ഒരു ഇക്വാനിമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. അങ്ങനെ നമുക്ക് എത്ര പേർക്ക് സാധിക്കും ആ തലത്തിൽ ചിന്തിക്കാൻ? എന്തെങ്കിലും നമ്മളുടെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു, അതിൽ പരാജയം വന്നാൽ നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ, വിഷമം ഉണ്ടാവില്ലേ? സിമി മാതാജി? ഉറപ്പായിട്ട് വിഷമം ഉണ്ടാവും. അല്ല, ഉറപ്പായിട്ടും വിഷമം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞാൽ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അത് അതിനെ വീണ്ടും അതിനെ ആലോചിക്കുമ്പോൾ ഓക്കെ, അതിനെ ഒന്ന് തരണം ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടില്ല. അറ്റ്ലീസ്റ്റ് നമ്മള് അറ്റ്ലീസ്റ്റ് ഈ കൃഷ്ണ കോൺഷ്യസ്നസ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പിന്നീട് അതിനെ തരണം ചെയ്യാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് ഉള്ളിന്ന് കിട്ടുന്നില്ലേ? അത് ഉറപ്പായിട്ടും ഉണ്ട് പ്രഭുജി. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൂടെ ഭഗവാനെ നല്ലതാണെങ്കിൽ മാത്രം മതി എന്നുള്ളൊരു അങ്ങനെ പറയാറുണ്ട്. അതെ. അപ്പൊ എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ട് വന്നാലും കൂടിയിട്ട്, ആ സമയത്ത് നമുക്ക് വിഷമം വന്നാലും കൂടിയിട്ട് പിന്നീട് ആലോചിക്കുമ്പോൾ യെസ് എന്തോ സംതിങ്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു അക്സെപ്റ്റൻസ് നമുക്ക് വരുന്നില്ലേ ഇപ്പോ? തീർച്ചയായിട്ടും. സോ വി ആർ ദ റൈറ്റ് ഡയറക്ഷൻ. അതാണ് ഭഗവാൻ പറഞ്ഞത്. വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? സുജയ് ഗൗരചന്ദ്ര പ്രഭു എന്താണ്? ഹരി ബോൾ പ്രഭു. വളരെ ഏത് സിറ്റുവേഷനിലും അത് ഉറപ്പായിട്ടും പ്രഭു, അത് ആക്ച്വലി ഇപ്പം ഒരു തോട്ട് പ്രോസസ് അല്ല, അതിപ്പോ അംഗീകരിച്ചു തുടങ്ങി പ്രഭു. എന്തെങ്കിലും നമുക്ക് ഫേവറബിൾ അല്ലാത്തതും സംഭവിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് തീർച്ചയായിട്ടും എന്തോ നല്ലതുണ്ടെന്നുള്ളത് ഒരു ഭാവം വന്നിട്ടുണ്ട് പ്രഭു. പ്രഭുജി, ഞാൻ ഇന്നൊരു അനുഭവം കേൾക്കുമായിരുന്നേ. അപ്പം എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലി ഇപ്പൊ ചാൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവര്.
അപ്പം ഞാൻ പെട്ടെന്ന് അധികം പ്രായമില്ല, കുഞ്ഞു മക്കളാണ്, എന്താണ് ഹസ്ബൻഡും വൈഫാണ്. അപ്പം ആ കുട്ടി എന്ന് പറയുന്ന ഈ കല്യാണ വൈഫ് മഞ്ജു എന്നാ പേര്. മഞ്ജു ആക്ച്വലി പല പ്രോബ്ലംസും കാരണം ഒരു 2-3 വർഷം മുമ്പ് സൂയിസൈഡ് ചെയ്യാൻ പോയ ആളാണ്. പല പ്രോബ്ലംസ്. അപ്പൊ ഇപ്പൊ നാമം ചൊല്ലാൻ തുടങ്ങിയപ്പോ ഇന്ന് ഞാൻ അറിഞ്ഞ റിസൾട്ട്. അപ്പൊ അവരുടെ ഫാമിലി പ്രോബ്ലംസ്, ഹസ്ബൻഡിന്റെ ബ്രദേഴ്സ്. അപ്പൊ 2-3 ദിവസം മുമ്പ് അവരെല്ലാവരും കൂടെ എന്തിനൊക്കെയോ പ്രശ്നത്തിന് വന്നപ്പം ഈ പുള്ളിക്കാരി പറയാണ്, ഇപ്പൊ എനിക്ക് ഭയങ്കര ധൈര്യം, ഞാൻ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും മിണ്ടാതെ പോയി കരയും. ഇപ്പൊ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞു, എനിക്കൊന്നും കിട്ടാൻ പോണില്ല, നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല, ഇങ്ങനെയൊക്കെ പറയുന്നതിന് പാപം എന്ന് പറഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് നാമം ജപിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടേ. സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞപ്പോ ഇതാണോ എന്നൊരു സംശയം പ്രഭു. ആള് സ്റ്റഡിയാണ്. അല്ല, ഉറപ്പായിട്ടും പ്രഭുജി നല്ലൊരു മാറ്റമുണ്ട് പ്രഭുജി. അതിപ്പോ നല്ലതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴും ഫസ്റ്റ് ആലോചിക്കുക ഏതാണ്, ശരി പോട്ടെ, ഇങ്ങനെ ആണെങ്കിൽ വന്നോട്ടെ. മേ ബി ആദ്യം വരും, നമ്മൾ ചെയ്ത എന്തിന്റെയോ എഫക്റ്റ് ആണ് ഈ വന്നത്, അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവിച്ചാലേ മറ്റൊരു നമ്മൾ ഫസ്റ്റ് വേറൊരാളെ പോയിന്റ് ചെയ്യാൻ നോക്കും, ഇയാള് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. ഇപ്പൊ ആരെങ്കിലും നമ്മുടെ ചുറ്റിലും വന്ന് ആദ്യം വിചാരിക്കും നമ്മൾ ചെയ്തതിനുള്ളൊരു ചെറിയ ശിക്ഷ കിട്ടുവാണ്, അത് ആക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ നല്ലത് എന്തെങ്കിലും വരുവാണെങ്കിലും അയ്യോ ഒരു അറ്റ്ലീസ്റ്റ് ഒന്ന് ഭഗവാന്റെ അടുത്ത് ഒരു താങ്ക്സ് പറയാനുള്ള ഒരു മെന്റാലിറ്റി വന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. പ്രഭുജി, വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിലായാലും ഇപ്പൊ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും പ്രാക്ടീസ് ചെയ്യിപ്പിരിക്കുമ്പോ വ്യത്യാസം വരുന്നതേ. ഇപ്പൊ എനിക്ക് അതിശയം നിച്ചുപ്പൻ എന്ത് പറഞ്ഞ, ഞാൻ എന്തോ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടമ്മ. അതാണ് എനിക്കിപ്പോ എന്തെങ്കിലും അടി കിട്ടിയാൽ പോലും ആ സമയത്ത് അറ്റ്ലീസ്റ്റ് ഉൾക്കൊണ്ടില്ലെങ്കിൽ അവരത് പറയുന്നുണ്ടല്ലോ. അതുപോലെ പ്രഭു ഒരു സെക്കൻഡ് തോട്ട് പ്രോസസ് ആണ്. നമ്മൾ എപ്പോഴും പറയില്ല പ്രഭു, ഡിവോട്ടീസ് നമ്മൾ ഡിവോഷണൽ പ്രാക്ടീസ് തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ മായയുടെ ക്ലച്ചസിൽ നിന്നും മാറും പ്രഭു, അല്ലെ? അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ നോളജ് ഇല്ലാതെ ആവില്ലല്ലോ. കാരണം ഒരു ഡിവോട്ടി ആവുമ്പോൾ ഭഗവാൻ നേരിട്ടല്ലേ അതിന്റെ എല്ലാം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്, അല്ലേ പ്രഭു? അപ്പൊ അങ്ങനത്തെ ഒരു ഡിവോട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരണമെങ്കിൽ അത് ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാതെ വരില്ലല്ലോ പ്രഭു. ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാതെ ഒന്നും വരില്ല. അതെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതി വരിക പ്രഭു. അത് ഡിവോട്ടി ആണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ. പക്ഷെ ഒന്ന് ഡിവോട്ടി ആണെങ്കിൽ ഭഗവാൻ ഡയറക്റ്റ് ഇന്റർഫിയർ ചെയ്യും, ഡിവോട്ടി അല്ലെങ്കിൽ ഭഗവാന്റെ ഏജൻസി ഇന്റർഫിയർ ചെയ്യും. ഹരിബോ ഹരിബോ. So 57. Yes sarvatrana bisnehas tattat prapya subhashubham nabhinandati na dveshti tasya prajna pradishtita. Sarvapalaka Prabhu Mataji. Hare Krishna Prabhu. या सर्वत्र नभिस्नेहा तत्तत् प्राप्य शुभाशुभं नाभिनन्दति न द्वेष्टि तस्य प्रज्ञा प्रतिष्ठिता. In the material world, one who is unaffected by whatever good or evil he may obtain, neither praising it nor despising it, is firmly fixed in perfect knowledge. അതിന്റെ നേരത്തെ ശ്ലോകത്തിന്റെ കണ്ടിന്യൂഷൻ ആണ്. In the material world, one who is unaffected by whatever good or evil he may obtain, neither praising it nor despising it, is firmly fixed in perfect knowledge. അപ്പോൾ വീണ്ടും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഇൻ ഡിഫറെന്റ് വേർഡ്സ്. അപ്പോൾ അത് നമുക്ക് നല്ല സംഭവിച്ചാലും ശരി, അല്ലെങ്കിൽ ചീത്ത സംഭവിച്ചാലും ശരി, അതിന് നമ്മളെ അഫക്റ്റഡ് ആവാൻ പാടില്ല. അൺഅഫക്റ്റഡ്. അതിനെ പ്രേസ് ചെയ്യാനും വേണ്ട, ഗ്ലോറിഫൈ ചെയ്യാനും പാടില്ല, അതിനെ ചെറുതാക്കി കാണിക്കാനും വേണ്ട. സോ such a person is firmly fixed in perfect knowledge. So there's always some upheaval in the material world which may be good or evil. Ups and downs എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും. എപ്പോഴും നമുക്ക് സുഖം ഉണ്ടാവും. എത്ര അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ വേൾഡ് വരേണ്ട ആവശ്യം വരുന്നില്ല, അല്ലേ? ഭൗതിക ലോകത്തിൽ നമ്മൾ വന്നിട്ട് കാര്യം തന്നെ തീർച്ചയായിട്ടും എത്ര പെർസെൻറ്റേജ് വേരീസ്, ഡിഗ്രി ഓഫ് പെർസെൻറ്റേജ് വേരീസ്. സുഖ ദുഃഖത്തിന്റെ അത് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ അക്കോർഡിംഗ് ടു ദെയർ കർമ്മ. But definitely there will be upheavals, ups and downs will be there. One who is not agitated by such material upheaval, കാരണം ഇതും ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. നമ്മളുടെ
നമ്മളുടെ ഈ പ്രാരാബ്ധ കർമ്മങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക എല്ലാ കർമ്മങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നമ്മൾ ഈ കഷ്ടപ്പാട് സഹിക്കുന്നുവോ അല്ലെങ്കിൽ അനുഭവിക്കുന്നുവോ ഇതെല്ലാം നമ്മുടെ കോട്ടയിലുള്ള ആ പാപകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് കിട്ടുന്നത്. അതെല്ലാം മൈനസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് അത് തീർന്നു പോട്ടെ. Okay, as long as one is in the material world, there is always the possibility of good and evil, because this world is full of duality. But one who is fixed in Krishna consciousness is not affected by good and evil, because he is simply concerned with Krishna, who is all good absolute. Such consciousness is Krishna. In Krishna situates one in perfect transcendental position called technically samadhi. അപ്പോൾ നമ്മൾ ചോദിക്കാം, അപ്പോൾ ഈ ആചാര്യന്മാര് അവർക്ക് വിഷമം വരില്ലേ? ഇല്ലേ? പ്രഭുപാദയ്ക്ക് വിഷമം വന്നിട്ടുണ്ടോ? അപ്പൊ സോ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം? എന്തെങ്കിലും പ്രഭുപാദ വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പ്രഭുപാദ വിഷമിക്കാറില്ലേ? അപ്പൊ ഇവിടെ പറയുന്നു സ്ഥിതപ്രജ്ഞൻ വിഷമിക്കാറില്ല, നല്ല സംഭവിച്ചാലും ചീത്ത സംഭവിച്ചാലും. സോ ഹൗ ഡു വി ടേക്ക് ദോസ് സച്ച് പേഴ്സണാലിറ്റീസ് വെൻ ദേ ആർ അൺഹാപ്പി ഓർ വെൻ ദേ ആർ ഇൻ അവരൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ they get angry also. പ്രഭുപാദയും ദേഷ്യം വരാറുണ്ട്. എന്തെങ്കിലും കാര്യം ഡിസൈപ്പിൾസ് ശരിക്കും ചെയ്തില്ലെങ്കിൽ ദേഷ്യം വരാറുണ്ട്, അവർക്ക് വിഷമം വരാറുണ്ട്. അപ്പൊ ഹൗ ഡു വി ടേക്സ്? പ്രഭു, ഈസ് ഇറ്റ് ദാറ്റ് അവരെല്ലാരും എല്ലാ സിറ്റുവേഷൻസിലും അവര് ടോട്ടൽ സറണ്ടറൻസ് ആണ് പ്രഭു, ടോട്ടൽ അക്സെപ്റ്റൻസ് ആണ്. ലൈക്ക് ദേഷ്യം ഉണ്ടെങ്കിലും ആ ആങ്കർ അവര് സോറി പ്രഭു അവര് ടോട്ടൽ അക്സെപ്റ്റൻസ് ഉണ്ട്, ടോട്ടൽ സറണ്ടറൻസ് ഉണ്ട്. പക്ഷെ പിന്നെ എന്തിനാ അവർക്കറിയാം ദിസ് ഈസ് കൃഷ്ണാസ് പ്ലാൻ, ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ലൈക്ക് ദാറ്റ്. സോ എല്ലാം അവര് ഭഗവാന്റെ സർവീസിന് ഉപയോഗിക്കും പ്രഭു. ഓക്കെ, സോ ഭഗവാന്റെ സർവീസിന് ഉപയോഗിക്കും. ഓക്കെ, റൈറ്റ്. സോ അവർക്ക് ദേഷ്യം വരണോ അല്ലെങ്കിൽ വിഷമം വരണോ? എന്തുകൊണ്ട് അവർക്ക് ദേഷ്യം വരുന്നു? നമുക്ക് ദേഷ്യം വരുന്നു, ഓക്കെ, അത് നമുക്കറിയാം. പക്ഷെ അവർക്ക് എന്തിനു ദേഷ്യം വരണം? അവർക്ക് എന്തിനു വിഷമം വരണം? ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഡിസ്റ്റൈൻഡ് ടു ഹാപ്പൻ ലൈക്ക് ദാറ്റ്. They know that? അവർക്ക് അറിയില്ലേ ഇതൊരു ഹയർ പ്ലാൻ ആണെന്നുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്യും പ്രഭു. എന്നാലും വിഷമം വരുമല്ലോ പ്രഭുജി. കൃഷ്ണാസ് പ്ലാൻ അതാണോ? പ്രഭു പറഞ്ഞ ശരി തന്നെയാണ്. ഭഗവാന് വേണ്ടി അവരുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ദേഷ്യം വരുന്നു, സന്തോഷം വരുന്നു. ഇത് ഭഗവാന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ആ സമയത്ത് ശരിക്കും ചെയ്തില്ലെങ്കിൽ, എന്തെങ്കിലും അപാകത കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരും. ഡിവോട്ടീസിനോട് എന്തുകൊണ്ട് ചെയ്തില്ല, അവർ ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ നേരാവില്ല. ഓക്കെ, ഭഗവാന് വേണ്ടി ദേഷ്യപ്പെടാം. അപ്പൊ അതാണ് ഒരു വ്യത്യാസം. നമ്മൾ ദേഷ്യപ്പെടുന്നതും അവർ ദേഷ്യപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, ദേഷ്യം, ഞാനൊരു പെർട്ടിക്കുലർ സബ്ജക്ട് എടുക്കുന്നത്, നമ്മൾ ദേഷ്യപ്പെടുന്നത്, നമ്മളിപ്പോൾ ഒരാളോട് ദേഷ്യപ്പെട്ടു, ഓക്കെ, ആ ദേഷ്യം നമ്മുടെ മുഖത്ത് കാണും. ഒരു ദിവസമല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ പ്രഭുവിനെ അല്ലെങ്കിൽ മാതാജി നമ്മൾ നേരിടുമ്പോഴും അപ്പോഴും നമ്മുടെ മുഖത്ത് അത് റിഫ്ലക്ട് ചെയ്യും. എന്തെങ്കിലും പറഞ്ഞു, ഒരു വഴക്ക് പറഞ്ഞു, ഈവൻ ഡിവോഷണൽ സർവീസിന്റെ കാര്യം പറഞ്ഞിട്ട് വഴക്കടിച്ചാലും ഓക്കെ, ഒരു ദിവസമല്ല, ഒരാഴ്ച അല്ല, ചിലപ്പോൾ ഒരു മാസമൊക്കെ നിൽക്കുകയായിരിക്കും നമ്മുടെ ദേഷ്യം. കാരണം വെച്ചാൽ നമ്മൾ പിന്നീട് ആ ഡിവോട്ടിയായിട്ട് ഡീൽ ചെയ്യുമ്പോൾ വി വിൽ നോട്ട് ബി വെരി കംഫർട്ടബിൾ ഫ്രം ദ ഹാർട്ട് ടു ഡീൽ ഓപ്പൺലി വിത്ത് ദാറ്റ് ഡിവോട്ടി. നേരെ മറിച്ച് അവരുടെ ദേഷ്യം എന്ന് പറഞ്ഞാൽ മൊമെന്ററി ആണ്. കഴിഞ്ഞു, അവർ പറഞ്ഞു ദേഷ്യം, അത് കഴിഞ്ഞു, ദെൻ ദേ ആർ ബാക്ക് ടു നോർമൽ. അങ്ങനത്തെ ഒരു സംഭവം കൂടി നടന്നിട്ടില്ല. അതാണ് അവരുടേത്. കാരണം പ്രഭുപാദൻ ദേഷ്യപ്പെടാറുണ്ട് ഡിവോട്ടീസിന്റെ, കുറച്ച് കഴിയുമ്പോൾ ഹീസ് ബാക്ക് ടു നോർമൽ. ഇമ്മീഡിയറ്റ്ലി ഡിവോട്ടീസിനെ വിളിച്ചിട്ട് ആസ് നോർമൽ ആയിട്ട് സംസാരിക്കുന്നു, കാര്യങ്ങൾ ഇടപെടുന്നു. പക്ഷെ ദേഷ്യപ്പെടുന്ന സമയത്ത് ദേഷ്യപ്പെടും ചെയ്യും. കാണിച്ചാൽ അല്ലെങ്കിൽ അവർ ഇമ്പ്രൂവ് ഇല്ല. അപ്പോ അവരുടെ ദേഷ്യം, അവരുടെ വിഷമം എന്ന് പറഞ്ഞാൽ അതായത് ഡിവോഷണൽ സർവീസിൽ എന്തെങ്കിലും ലാക്കിംഗ് വരുമ്പോഴാണ് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫോർ ദെയർ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. നമ്മുടെ ദേഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ദേഷ്യമാണ്. അത് എന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഹേർട്ട് വരുമ്പോഴോ, എന്റെ മനസ്സിന് ഹേർട്ട് ചെയ്യുമ്പോഴാണ് ആ ദേഷ്യം വരുന്നത്. ഇറ്റ് ഈസ് മെറ്റീരിയൽ. പ്രഭു, ഒരു സംശയം പ്രഭു, ഇവിടെയാണോ പ്രഭു പറയുന്നത്
സോറി, നമ്മൾ റൈറ്റ് പ്രൊപ്പോർഷനിൽ ദേഷ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഇവിടെയാണോ പ്രഭു? കാരണം നമ്മളൊരു ദേഷ്യ മോഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് ദേഷ്യമാണ്. അല്ല, പിന്നെ അതല്ല, അവർക്കറിയാം എവിടെ ഏത് സമയത്ത് ദേഷ്യപ്പെടണം, എങ്ങനെ ദേഷ്യപ്പെടണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് വി ഡോണ്ട് നോ, ചില പബ്ലിക് ഫോറത്തിൽ ഒരാളോട് ദേഷ്യം തോന്നുകയാണ്. ഷുഡ് ബി എക്സ്പ്രസ് ദാറ്റ് ആങ്കർ ഇൻ ദ പബ്ലിക് ഫോറം? അത് ആവശ്യമുണ്ടോ ആവശ്യമില്ലേ നമ്മൾ നോക്കില്ല. ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ആവും. ഇസ് ദ റൈറ്റ് ഫോറം? അവിടെ ആവശ്യമുണ്ടോ? ആരോടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്? ഈക്വൽ ആണോ, എബോ ആണോ, ഓർ ബിലോ ആണോ? നമ്മൾ ചിലപ്പോൾ അറിയില്ല. കാരണം നമ്മൾ വി ആർ സ്റ്റിൽ നോട്ട് മെച്യൂർഡ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. സോ വി മേ നോട്ട് ബി ഏബിൾ ടു ബിഹേവ് ഇൻ എ പ്രോപ്പർ വേ. പക്ഷേ അതേപോലുള്ള മഹാരാജാക്കന്മാര്, സീനിയർ ഡിവോട്ടീസ്, ദേ നോ ചില സമയത്ത് പബ്ലിക്കിൽ ദേഷ്യപ്പെടേണ്ട ആവശ്യം ഉണ്ടാവും. ചില സമയത്ത് പ്രൈവറ്റ് ആയിട്ട് വിളിച്ച് പറയും. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു ഡിവോട്ടി എന്താ പറയാ ശരിക്കും ജോലി ചെയ്തില്ല, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിനെ ചാസ്റ്റൈസ് ചെയ്യാൻ ചിലപ്പോൾ പബ്ലിക്കലി ആവശ്യം ആയിരിക്കാം അവിടെ. ചില സമയത്ത് നോ, ഇറ്റ് ഇസ് നോട്ട് ഗുഡ്. ഓക്കെ, ലെറ്റ് മീ കോൾ ദാറ്റ് ഡിവോട്ടി പ്രൈവറ്റ്ലി ആൻഡ് എക്സ്പ്ലെയിൻ ടു ഹിം. അപ്പൊ ഇതൊന്നും നമുക്ക് മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് സ്പിരിച്വലി സ്പിരിച്വലി നമുക്ക് മെച്യൂരിറ്റി വരാത്തതുകൊണ്ട് വി മേ നോട്ട് ബിഹേവ് ഇൻ ദ റൈറ്റ് വേ. പക്ഷെ ഇത് ആചാര്യന്മാർക്ക് അറിയാം, പ്യൂർ ഡിവോട്ടീസിന് അറിയാം എന്താണ്, എവിടെ ഏത് ഡോസ് കൊടുക്കണം എന്നുള്ളത് അറിയാം. പിന്നെ അവർ ചെയ്യുന്നത് അവരുടെ ഒരു ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി അല്ല ചെയ്യുന്നത്, മെറ്റീരിയൽ ബെനിഫിറ്റിനല്ല ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അത് സട്ടിലാണ്, ഇത് മനസ്സിലാക്കില്ല. ഇറ്റ്സ് വെരി സട്ടിൽ, ദ ഡിഫറൻസ് ഈസ് വെരി സട്ടിൽ. നമ്മൾ പറയുമ്പോൾ ഞാനും ദേഷ്യപ്പെടുന്നു, ഒരു സീനിയർ ഡിവോട്ടി എന്ന് പറയും. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ്? നമ്മൾ ആ ഇതിൽ കാണുന്നുള്ളൂ അല്ലേ? അപ്പൊ എന്റെ ദേഷ്യം വന്ന് എന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഹേർട്ട് ചെയ്യുമ്പോഴാണ്, എന്റെ മനസ്സിന് ഹേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നത്. പക്ഷെ അവിടെ അതല്ല ഭഗവാന്റെ സേവയിൽ എവിടെ ഒരു കുഴപ്പം വന്നു, അതിന് വേണ്ടിയിട്ടാണ് അവിടെ ദേഷ്യം വരുന്നത്. സോ ദിസ് ഇസ് ഡിഫറൻസ്. ഈ സട്ടിൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് അറിയില്ല. So is it clear? Okay, but one who is fixed in Krishna consciousness is not affected by good and evil, because he is simply concerned with Krishna. And he is simply concerned with Krishna. A pure devotee, there is no other business for him. Simply concerned with Krishna, who is all good absolute. Such Krishna consciousness in Krishna situates one in a perfect transcendental position called technically samadhi. Dana samadhi. 24 മണിക്കൂറും totally absorbed in Krishna's activities. അപ്പൊ അതിനെന്തെങ്കിലും പ്രശ്നം വന്നാൽ he may get violent, he may get angry, he may chastise. That's everything is there, just like other people are doing. But അതിന്റെ പിന്നിലുള്ള ആറ്റിറ്റ്യൂഡും അതിന്റെ പിന്നിലുള്ള റീസണും വ്യത്യാസമായി. So any other points? എന്തെങ്കിലും? ഹരി ബോൾ പ്രഭു. Go to the next sloka. Yada samharate chayam kurmo ngani vasarvasaha indriyani indriyarthebhyas tasya prajna pradishtita. Simi Mataji. Hare Krishna. Yata samharate chayam kurmognaniva sarvashaha indriyani indriyarthebhyas tasya prajna pradishtita. Very bold. Subhadra Mataji, translation. One who is able to withdraw his senses from sense objects, as the tortoise draws its limbs within the body, firmly fixed in perfect consciousness. Very good. So one who is able to withdraw his senses from sense objects, as the tortoise draws its limbs within the shell, is firmly fixed in perfect. നമുക്കറിയാം, നമ്മുടെ സൗത്ത് ഇന്ത്യയില് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സ്തംഭത്തിന്റെ ദീപസ്തംഭം അല്ലെങ്കിൽ എന്താ പറയാ കൊടിമരത്തിന്റെ താഴെ എന്താണ് വെച്ചിരിക്കുന്നത്? ആമ പ്രഭു. ആമ. എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്? എന്തുകൊണ്ടാണ് അവിടെ ഈ ആമയെ വെക്കാനുള്ള കാരണം? അമ്പലത്തിൽ പോകുമ്പോ പുറത്തുള്ള സെൻസസിനെ
അമ്പലത്തിൽ പോകുമ്പോ withdraw അല്ലല്ല ഐ മീൻ അതായത് അമ്പലത്തിൽ പോകുമ്പോ അല്ല, നല്ല ഇതിനെ പുറത്തോട്ടും അല്ല അല്ലേ? അമ്പലത്തിൽ പോകുമ്പോ നമ്മുടെ സെൻസസ് എല്ലാം ഭഗവാന്റെ ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. ആക്ച്വലി അവിടുത്തെ ടോട്ടോയ്സിന്റെ എല്ലാ ലിംസും പുറത്താണല്ലോ. പുറത്താണ്, ശരിയാ. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? അതായത് നമ്മള് സ്പിരിച്വൽ കാര്യത്തിൽ ഇടപെടുമ്പോൾ എല്ലാ സെൻസസും യൂസ് ചെയ്യണം. എല്ലാ സെൻസസും ഭഗവാന്റെ സേവയിൽ അർപ്പിക്കണം. മെറ്റീരിയൽ വേൾഡ് വരുമ്പോ വി ഷുഡ് വിഡ്രോ. കാരണം വെച്ചാൽ മെറ്റീരിയൽ വേൾഡ് വരുമ്പോ, ഭൗതിക ലോകത്തിൽ വരുമ്പോ നമ്മുടെ സെൻസസ് എല്ലാം ഭൗതിക തലത്തിൽ ഉപയോഗിക്കുന്നു. അത് നമുക്ക് ഡേഞ്ചറസ് ആണ്. അപ്പൊ എവിടെ എനിമീസ് ഉണ്ടോ ആമ എന്താ ചെയ്യാ? ഇമ്മീഡിയറ്റ്ലി വിഡ്രോ ഓൾ ദ സെൻസസ് വിതിൻ ദ ഷെൽ, അല്ലെ? സോ ദാറ്റ് ടോട്ടോയ്സ് ഇസ് സേഫ്. എവിടെ ഡിവോട്ടീസ് ഉണ്ടോ, എവിടെ പ്രശ്നങ്ങളില്ല, വിഷമങ്ങളില്ല, അവിടെ യു ക്യാൻ ടേക്ക് യുവർ ലിംസ് ഔട്ട് ആൻഡ് യൂസ് ഇറ്റ്. അപ്പൊ എവിടെ എനിമീസ് ഉണ്ട്, എവിടെ പ്രശ്നമുണ്ട്, അവിടെ ഇമ്മീഡിയറ്റ്ലി വി ഷുഡ് പ്രൊട്ടക്ട് അവർ സെൽഫ്. അതാണ് ഈ ആമയുടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത്. സോ വി ഷുഡ് ബി ഏബിൾ ടു വിഡ്രോ ദ സെൻസസ് ഫ്രം സെൻസ് ഒബ്ജക്ട്സ്. ഇപ്പൊ എന്താണ് സെൻസ് ഒബ്ജക്ട്സ്? ദീപ്തിമതി മാതാജി, എന്തെല്ലാം സെൻസ് ഒബ്ജക്ട്സ്? ഇല്ലേ? അവിടെ ഇല്ല. ഓക്കെ. കാഴ്ച ആരെങ്കിലും, സോറി, കാഴ്ച, കേൾവി. അത് തന്നെ പ്രഭുജി, മാതാജി പറയുന്ന എല്ലാ കാര്യങ്ങളും. പറയും രൂപേശ്വരി മാതാജി പറയും. ഇതല്ലേ കാഴ്ച, കേൾവി, രുചിയല്ലേ പ്രഭുജി? മണം, ഫീൽ, ടച്ച്, ഫീലിംഗ്. ഓക്കെ. അപ്പോ 5 ഇന്ദ്രിയങ്ങളും 5 ഇന്ദ്രിയ വിഷയങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, കറസ്പോണ്ടിങ് 5 ഇന്ദ്രിയങ്ങൾ എന്താണ്? കണ്ണ്, മൂക്ക്, കാത്, നാവ്, പിന്നെ ത്വക്ക്, സ്കിൻ. ഓക്കെ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഫോം. കണ്ണിന് ഫോം. ഓക്കെ, കണ്ണുകൊണ്ട് നമ്മൾ എന്താ ഒരു രൂപം കാണുന്നു, അല്ലെ? കണ്ണില്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഫോം. ഓക്കെ. ചെവിക്കോ ഹിയറിംഗ്. ഓക്കെ. ആൻഡ് മൂക്കിന്, നാസികയ്ക്ക് സ്മെൽ, അല്ലേ? പിന്നെ ത്വക്കിന് ഫീലിംഗ്, ടച്ച്, സെൻസേഷൻ. അങ്ങനെ ഈ ഇതിനെന്താ പറയാ? വിഷയ. വിഷ ആൻഡ് വിഷയ ഒരു ലെറ്ററിന്റെ വ്യത്യാസമുള്ളൂ. ഓക്കെ. ഒരു വ്യക്തി വിഷയത്തില് തന്റെ ഇന്ദ്രിയങ്ങളെ വിഷയത്തില് എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നടക്കുമോ? എന്തായിരിക്കും സംഭവം? തന്റെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും വിഷയത്തിലാണ് കണ്ടംപ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ആ ശ്ലോകം? എന്താണ് മാതാജി, ഓർമ്മയുണ്ടോ? ഏതോ ആ ശ്ലോകം ഓർമ്മയുണ്ട്. വിഷയാവിനിവർത്തന്തി, അതല്ലല്ലോ? അല്ലല്ല. അതല്ല. സർവബല പ്രഭു ഓർമ്മയുണ്ടോ? ക്രോധാത് ഭവതി സമോഹ, അതിന്റെ മുമ്പത്തെ ശ്ലോകം. ധ്യായതോ വിഷയാ പുംസാൻ സംഘാസ്തേഷു ജായതേ ഓക്കെ. ധ്യായതോ വിഷയാം പുംസാം. എന്താ ധ്യായതോ പറഞ്ഞ? when you contemplate on the vishaya, on the sense objects, you get attachment. Okay. സംഘസ്തേഷു ജായതേ സംഘ സഞ്ജായതേ കാമ. അപ്പൊ ഇത് അറ്റാച്ച്മെന്റ് വന്നിട്ട് അത് നടക്കുന്നുണ്ടെങ്കിൽ എന്ത് വന്നു? കാമ. എന്താണ് കാമ? ഡിസയർ. ഓക്കെ. അതിനോട് ഒരു ഡിസയർ ഡെവലപ്പ് ചെയ്യും. പിന്നെ ആ കാമം, അതായത് ഡിസയർ സഫലീകരിച്ചില്ലെങ്കിൽ ക്രോധം. ഓക്കെ. ആ 2 ശ്ലോകം വളരെ നല്ല ശ്ലോകമാണ്. പിന്നെ ക്രോധാത് ഭവതി സമോഹ, സമോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പോ when we contemplate on the sense objects, the desire develops, kama. And when the desire is not fulfilled, krodha, ദേഷ്യം വരും. Okay. ക്രോധ, when ദേഷ്യം വരുമ്പോ എന്താണ്? സമോഹ,
എന്താണ് സമോഹ? ഇല്യൂഷൻ. ഡെല്യൂഷൻ. ഓക്കെ, ഡെല്യൂഷൻ. ഓക്കെ, സമോഹ സ്മൃതി വിഭ്രമ. അത് കഴിഞ്ഞാൽ എന്താണ് സ്മൃതി? നമ്മുടെ മെമ്മറി, നമ്മുടെ ഓർമ്മ നശിക്കും. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ. ആ സ്മൃതി പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിയും പോയി, നമ്മുടെ ഇന്റലിജൻസ് പോയി. ബുദ്ധിനാശാത് പ്രണശ്യതി. ബുദ്ധിയും കൂടി പോയാൽ ടോട്ടൽ ഡിസ്ട്രക്ഷൻ, ടോട്ടൽ നാശം. വി ഫോൾ അഗെയിൻ ടു ദിസ് മെറ്റീരിയൽ പൂൾ. അതേപോലെ അപ്പോൾ ഇവിടെ ആമയ്ക്കുള്ള ഉദാഹരണം കൊടുക്കുന്നത്, നമ്മൾ എവിടെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഉണ്ടോ അവിടെ നമ്മുടെ സെൻസസ് സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ ഉപയോഗിക്കണം. പിന്നെ എവിടെ മെറ്റീരിയൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ അവിടെ നമ്മൾ അതിനെ വിഡ്രോ ചെയ്യണം. ആൻഡ് വി ഷുഡ് പ്രൊട്ടക്ട് അവർസെൽസ് ഫ്രം ദ ഓൺസ്ലോട്ട്സ് ഓഫ് മെറ്റീരിയൽ ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു റേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, when we are going towards the Lord, we are raising the hand. When we are coming backwards, we are putting the hands down. എന്താ കാരണം? നമ്മൾ ഡാൻസ് ചെയ്തപ്പോൾ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ പോകും, നോക്കിയിട്ടുണ്ടാവും സാധാരണ. ഓക്കെ, ചില ആൾക്കാർ എപ്പോഴും കയ്യിൽ, ദാറ്റ്സ് എ ഡിഫറെന്റ്, ടോട്ടൽ സറണ്ടർ ആണ്. പക്ഷെ ഭഗവാനിന് തിരിച്ചു വരുന്ന സമയത്ത് വി പുട്ട് ദ ഹാൻഡ് ഡൗൺ. കാരണം ഭഗവാന്റെ അടുത്തേക്ക് സറണ്ടറൻസ് ആണ്. മറ്റേ വേൾഡിലേക്ക് വരുമ്പോൾ വി ഷുഡ് നോട്ട് സറണ്ടർ ടു ദ മെറ്റീരിയൽ വേൾഡ്, മായ. അതാണ് ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ പോകുമ്പോൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അത് നടക്കില്ല. ചില സമയത്ത് ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞു. ദാറ്റ് മീൻസ് മെറ്റീരിയൽ മായയ്ക്ക്, മായാദേവിയെ നമ്മൾ സറണ്ടർ ചെയ്യുന്നില്ല, ഭഗവാനെ നമ്മൾ സറണ്ടർ ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് വൈ വി ആർ റേസിംഗ് ദ ഹാൻഡ്. റേസിംഗ് മീൻസ് ഒരു എന്താണ് ടോട്ടൽ സറണ്ടറൻസ്. ഒരു 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 കോൾ ഡെക്കോയിറ്റ് വന്നിട്ട് പിസ്റ്റോളോ റിവോൾവർ വെച്ചിട്ട് നമ്മുടെ ഹാൻഡ്സ് അപ്പ് എന്ന് പറയുന്നത് എന്താണ്? സറണ്ടർ. വി ആർ ടോട്ടലി സറണ്ടറിങ് ടു ദാറ്റ് പേഴ്സൺ. വി ഹാവ് നോ അതർ ഗോ. അതേപോലെ ഭഗവാന്റെ അടുത്ത് പോയാൽ നമ്മൾ ടോട്ടൽ സറണ്ടർ. ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അവിടെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയ തൃപ്തി അല്ല അവിടെ നോക്കേണ്ടത്. So tortoise draws its limbs within the shell, is firmly fixed in perfect consciousness. അപ്പോൾ അങ്ങനത്തെ ഒരു ഭക്തനാണ്, ഒരു വ്യക്തിയാണ് കംപ്ലീറ്റ്ലി കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ നിൽക്കുന്നത്. എന്താണ് പർപ്പുട്ടിൽ നോക്കാം. The test of a yogi, devotee or self-realized soul is that he is able to control the senses according to his plan. ആണ് ഒരു ഒരു സമാധി സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു യോഗ, ഒരു കംപ്ലീറ്റ് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആള് യമ നിയമ ആസന പഠിത ധ്യാന പ്രത്യാഹാര, യമ നിയമ ആസന പ്രത്യാഹാര, പ്രാണായാമ പ്രത്യാഹാര, ധ്യാന ധാരണ സമാധി. ഒരു യോഗ പ്രോസസ്, അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതില് എക്സ്പെർട്ട് ആയിട്ടുള്ള യോഗിക്ക് അറിയാം ഹൗ വെൻ ടു വിഡ്രോ ദ സെൻസസ് ആൻഡ് വെൻ ടു ടേക്ക് ഔട്ട് ദ സെൻസസ്. അപ്പൊ അങ്ങനെ ഒരു യോഗ പ്രാക്ടീഷണർക്ക് വളരെ ഈസിയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ആ യോഗ ചെയ്യുന്നില്ല, അഷ്ടാംഗ യോഗ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് എങ്ങനെ സാധിക്കും? നമ്മൾ ചെയ്യുന്നത് ഭക്തി യോഗയാണ്. കാരണം ഭക്തി യോഗയാണ് ഇപ്പൊ ഈ കലികാലത്തില് ബെസ്റ്റായിട്ട്. അപ്പൊ അതിലെ ഭക്തി യോഗയിൽ എന്ന് പറഞ്ഞാൽ ജപയജ്ഞ, ജപിക്കുക. ഭഗവാന്റെ നാമം ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? That is the answer to the question as to how the yogi is situated. The senses are compared to venomous serpent. വളരെ വിഷം ഉള്ള ഒരു പാമ്പ്, സർപ്പന്റിനോടാണ് അതിനെ സെൻസസിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. They want to act very loosely and without restriction. The yogi or the devotee must be very strong to control the serpents, like a snake charmer. He never allows them to act independently. There are many injunctions in the revealed scriptures. Some of them are do nots and some of them are do's. അപ്പോൾ നമ്മുടെ സാധന ഭക്തി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ സാധന റെഗുലേഷൻസ്? അപ്പൊ ഒരുപാട് യമനിയമങ്ങൾ ഉണ്ടായിരിക്കും. ഡൂസ് ആൻഡ് ഡോൺസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് പ്രൊഹിബിഷൻസ്. ഓക്കെ, ഇപ്പൊ സാധന ഭക്തി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും, നമ്മളെല്ലാം സാധന ഭക്തി ചെയ്യുന്നതാണ്. കാരണം വെച്ചാൽ നമ്മളൊന്നും ഒരു ടോപ്പ് ലെവലിൽ എത്തിയിട്ടില്ല. ത്രൂ റെഗുലേറ്റഡ് ആൻഡ് ഡിസിപ്ലിൻഡ് ലൈഫ് മാത്രമാണ് നമുക്ക് ആ കൃഷ്ണ കോൺഷ്യസ്നസിന്റെ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്താൻ പറ്റും. സോ വി ഹാവ് ടു പ്രാക്ടീസ്. വി ആർ ജസ്റ്റ് പ്രാക്ടീസിങ് ഓൺലി, പ്രാക്ടീഷണേഴ്സ്. അപ്പോൾ
ഒരു സ്നേക്ക് ചാർമറെ പോലെ നമ്മൾ നമ്മളുടെ ഓരോ സ്നേക്കിനെ എങ്ങനെ സ്നേക്ക് ചാർമർ ടേം ചെയ്യുന്നു, അതേപോലെ നമ്മളും നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും എല്ലാം നമ്മൾ ടേം ചെയ്തിട്ട് നമ്മുടെ കൺട്രോളിൽ വരണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ എപ്പോ അതിന് പുറത്തേക്ക് എടുക്കണം, എപ്പോ ഉള്ളിലേക്ക് വിഡ്രോ ചെയ്യണം നമുക്ക് മനസ്സിലാവണം. സോ ഡൂസ് ആൻഡ് ഡോൺസ്, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻ. The best example set herein is the tortoise. The tortoise can at any moment wind up its senses and exhibit them again at any time for particular purpose. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഉദാഹരണം തന്നിരിക്കുന്നത്. ഇത് നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ ടെമ്പിളിൽ നമ്മൾ കാണാം. Similarly, the senses of the Krishna conscious persons are used only for some particular purpose in the service of the Lord and are withdrawn otherwise. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ ഭഗവാന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് ഉപയോഗിക്കുമ്പോൾ we are utilizing our senses in the right sense or right purpose. Arjuna is being taught here to use his senses for the service of the Lord. അപ്പോൾ അർജുനന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? എന്തിനാണ് ഈ ഘാസ്ലി വാറിൽ എന്നെ നിയോഗിക്കുന്നത്? ഓക്കെ, ഈ ഘാസ്ലി വാർ എന്നേക്കാളും ബെറ്റർ അല്ലേ? വെൻ it is, you say the intelligence is better than the fruity activity, then why do you want to use me in this ghastly war എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് അർജുനൻ ചോദിക്കുന്നത്? അർജുനന്റെ തന്റെ സ്വയം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ. ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതല്ല അവിടെ നോക്കുന്നത് ആ സമയത്ത്. ഭഗവാൻ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ തൃപ്തിക്കല്ല, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ഭഗവാന്റെ സർവീസിന് ഉപയോഗിക്കാനാണ് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഫോർ ഹിസ് ഓൺ സാറ്റിസ്ഫാക്ഷൻ. So keeping the senses always in the service of the Lord is the example set by the analogy of tortoise, who keeps the senses within. അപ്പൊ അതേപോലെ നമ്മളും പ്രാക്ടീസ് ചെയ്യണം. എവിടെ സ്പിരിച്വൽ സർവീസ് ഉണ്ടോ, എവിടെ ഡിവോഷണൽ സർവീസ് ഉണ്ടോ, എവിടെ അങ്ങനെ ഒരു ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അവിടെ മാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കണം. നമ്മുടെ സ്വയം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, അത് സിൻഫുൾ ഒന്നല്ല. പ്രശ്നം എന്താ വെച്ചാൽ വിൽ ബി ബൗണ്ട് അഗെയിൻ. അതിപ്പോ തെറ്റോ ആരും പാവമെന്ന് പറയുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇന്ദ്രിയ തൃപ്തി നല്ല രീതിയിൽ നമ്മൾ ഇന്ദ്രിയ തൃപ്തി ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ the result is that we'll have to come back again നമ്മൾ വീണ്ടും നമ്മൾ ജന്മം എടുക്കേണ്ടി വരും. അതായത് ഭൗതിക സാഗരത്തില് ജന്മ മൃത്യു ജരാവ്യാധിയുടെ ഭൗതിക സാഗരത്തില് വന്നും പോയും കൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, ജന്മ മൃത്യു ജരാവ്യാധി ഈ സൈക്കിൾ, വിഷ്യസ് സൈക്കിളിൽ നിന്ന് ഒരു മുക്തി നേടണമെന്നുണ്ടെങ്കിൽ we should be doing all the activities just for the pleasure of the Supreme Lord only, not for our sense gratification. This human life is meant for self-realization, not for sense gratification. വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഓക്കെ, കാണിച്ചാൽ ഈ മനുഷ്യ ജന്മം കിട്ടിയത് വളരെ വളരെ റയർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വളരെ വിരളമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മനുഷ്യ ജന്മം. അപ്പൊ അതിനെ വീണ്ടും ദുരുപയോഗപ്പെടുത്താതെ നമ്മള് ഭഗവാന്റെ സേവയിലേക്ക് ഏർപ്പെടുത്തി ഈ ജന്മം തന്നെ നമുക്ക് ജന്മ മൃത്യു ജരാവ്യാധി ഈ സൈക്കിളിൽ നിന്ന് കരകയറാൻ പറ്റും. അല്ലെങ്കിൽ വീണ്ടും പുനരഭി ജനനം പുനരഭി മരണം എന്നുള്ള ശങ്കരാചാര്യരുടെ അതിൽ വന്നും പോയിക്കൊണ്ടിരിക്കും. സോ വി ഹാവ് ടു ബി careful. We should use the senses for his satisfaction, not for our satisfaction. His means the Lord's satisfaction. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് ചോദിക്കും ചിലപ്പോൾ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെള്ളം വെയിലൊഴിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും അത് എത്തുന്നുണ്ട്, അതിന്റെ ന്യൂട്രീഷ്യൻസ് അല്ലേ. അതുപോലെ നമ്മൾ ഭക്ഷണം വയറിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും അത് എത്തിക്കുന്നുണ്ട്. അതേപോലെ ഭഗവാനെ സേവിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ അംശങ്ങളാവുകൊണ്ട് നമുക്കും ആ എൻജോയ്മെന്റും സന്തോഷം ഡെഫിനറ്റ്ലി കിട്ടും എന്ന ആ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കും. Any questions or any points?
or any comments? Manoj Prabhu, Hare Krishna.